ഹായ് ഗായ്സ്, വെൽക്കം ടു ബിറ്റ്കോയിൻ ബുൾസ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു കിട്ടിലൻ സ്ട്രാറ്റജിയാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. യെസ്, സോ സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, സ്കാൽപ്പിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രീസും എക്സിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ക്വിക്കായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. എഗെയിൻ ഇതിൻ്റെ ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ടൈം ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഒരു മാക്സിമം ഒരു 1 to 2 hours മാത്രം നിലനിൽക്കുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ട്രേഡ്. സോ നമുക്ക് ഈ ഒരു സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ന്യൂയോർക്ക് ടൈം സോണിലാണോ നിൽക്കുന്നത് എന്നുള്ളത് നോക്കണം. ജസ്റ്റ് ട്രേഡിംഗ് വ്യൂവിൽ ന്യൂയോർക്ക് ടൈം സോണിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ടൈം സോൺ ഇട്ട് വെക്കുക. ദെൻ നമുക്ക് ടൈം ഫ്രെയിം ഉണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം. സോ നമ്മളിതിൽ ട്രേഡ് സെറ്റപ്സിന് വേണ്ടിയിട്ട് 5 minute ടൈം ഫ്രെയിമും ദെൻ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് 1 minute ടൈം ഫ്രെയിം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, 5 minute ടൈം ഫ്രെയിമിൽ ട്രേഡ് സെറ്റപ്സ് ഐഡൻറ്റിഫൈ ചെയ്യും, 1 minute നമ്മൾ എൻട്രി എടുക്കും. യെസ്, എഗെയിൻ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ടൈം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ആ ഒരു ടൈം വന്നിട്ട് നമ്മുടെ ന്യൂയോർക്ക് സെഷനിലെ 10 AM. ഓക്കെ, 10 AM ടു 10:50. ഓക്കെ, 10:50 വേണ്ട, 11 പിടിച്ചോളൂ. ഓക്കെ, 11 മണി. സോ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് ട്രേഡ് കിട്ടേണ്ടതും എൻട്രി എടുക്കേണ്ടതും. ഓക്കെ, അതിൽ ഈ ഒരു 11 മണിയോട് അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ട്രേഡിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. നമുക്ക് മാക്സിമം ഒരു 10 മണി 10:30 തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അപ്പോൾ അതൊരു ഇന്ത്യൻ ടൈം വരുമ്പം ഏകദേശം 7:30 to 8:30 ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലായിരിക്കും വരിക. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ട്രേഡ് സെറ്റപ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് 5 minute എൻട്രി എടുക്കേണ്ടത് 1 minute. നമ്മൾ എടുക്കേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 10 AM to 11 AM ആണ്. ദെൻ ഈ സിൽവർ ബുള്ളറ്റ് എല്ലാ ഫോറക്സിലെ എല്ലാ കറൻസി പെയറുകളിലും ഇൻഡെക്സുകളിലൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ സിൽവർ ബുള്ളറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും നാസ് 100 മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, കാരണം നാസ് 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിന്നിങ് പ്രോബബിലിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ സിൽവർ ബുള്ളറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും ഈ നാസ് 100 ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് മാറാതെ സൂക്ഷിക്കുക. കാരണം നമ്മൾ ഈ ഒരു സിൽവർ ബുള്ളറ്റ് നമ്മൾ ചിലപ്പം കറൻസി പെയറിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവണമെന്നില്ല, ഗോൾഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവണമെന്നില്ല. പക്ഷേ നാസ് 100 നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. ഓക്കെ, നന്നായിട്ട് ഇൻക്രീസ് ആവും. അപ്പം നാസ് 100 ബാക്ക് ടെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡ് സെറ്റപ്സ് എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. സോ ന്യൂയോർക്കിൽ 10 AM സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 11 AM വരെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ടൈമുണ്ട്. സോ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെയൊക്കെ വരും. ലൈക്ക് കുറേ ലിക്വിഡിറ്റി ലെവൽസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് മാർക്കറ്റ് നമ്മുടെ ഈ ഒരു ടൈം സോണിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ടൈം സോണിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ലെവൽ ചിലപ്പം ഇതായിരിക്കാം, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, സോ ഒന്നുകിൽ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു ലോ, ഇതിലേതെങ്കിലും ഒന്നിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സേ മാർക്കറ്റ് ഈ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഹൈയിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ലിക്വിഡിറ്റി ലെവൽ മാർക്ക് ചെയ്യേണ്ടത് 5 minute. ഓക്കെ, 5 minute ലിക്വിഡിറ്റി ലെവലായിരിക്കണം, താഴത്തെയും മുകളത്തെയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ 5 minute ലിക്വിഡിറ്റി. എഗെയിൻ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ലിക്വിഡിറ്റി ലെവലിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടൈം ഫ്രെയിം 1 minute സ്വിച്ച് ചെയ്യുക. ഓക്കെ, 5 minute ഉണ്ടായിരുന്ന ടൈം ഫ്രെയിമിനെ 1 minute സ്വിച്ച് ചെയ്യുക. 1 minute സ്വിച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള 1 minute സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ 1 minute സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. 1 minute സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടുന്നു. ഓക്കെ, ക്ലീൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. സോ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി മാർക്കറ്റ് നന്നായിട്ട്
പുഷ് ചെയ്തിട്ടുണ്ടാവണം. നല്ല പുഷിൽ മാത്രമേ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകാൻ പാടുള്ളൂ. ജസ്റ്റ് ഒരു പേരിന് വന്ന് ബ്രേക്ക് ചെയ്തത് കൊണ്ട് നമുക്കതിനെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, സോ ഇത്തരത്തിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ചുകൾ നോക്കുക. അതായത് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ കറക്റ്റ് 50% നോക്കുക. അപ്പോൾ 50%-ന് മുകളിൽ നമുക്കൊരു നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ വേണം കേട്ടോ. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലുള്ള റിജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ട്രേഡ് എടുത്തു. ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. 1:1 വേണം ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇത് സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, സ്കാൽപ്പിംഗ് ആണ്. 1:1 ആയിരിക്കും ഏറ്റവും കൂടുതൽ വിന്നിങ് പ്രോബബിലിറ്റി നമുക്ക് തരിക. ഓക്കെ, 1:1 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രേഡ് എക്സിറ്റ് ആവുക. ലൈക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ എൻട്രി എടുത്തു, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ താഴോട്ട് വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ മാർക്കറ്റ് താഴോട്ട് വന്നു, 1:1 ഹിറ്റായി. അപ്പോൾ 1:1 ഹിറ്റായിട്ട് നമുക്ക് 1:2 ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ നിയറസ്റ്റ് ഒരു ലിക്വിഡിറ്റി ലെവൽ നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റിയാണ് കാണുന്നത്. അത് 1 മിനിറ്റിൽ നോക്കിയാലും മതി. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി വരെ വരും എന്ന് നമുക്കൊരു വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ 1:1 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹാഫ് ക്വാണ്ടിറ്റി ആക്കുക, അതായത് നമ്മുടെ കയ്യിലുണ്ടാവുന്ന ക്വാണ്ടിറ്റിയെ നേരെ പകുതിയാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവനിൽ വെക്കുക, അതായത് ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ വെക്കുക. എന്നിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യുക. 1:2 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സിറ്റ് ആയിരിക്കണം. ഓക്കെ, 1:2 മുകളിലേക്ക് നമ്മൾ ടാർഗറ്റ് ഒരിക്കലും നോക്കരുത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു 1:1 ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു 85%-ഓളം വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്. ഇനി അത് 1:2 വരുന്ന സമയത്ത് അതൊരു 75 അല്ലെങ്കിൽ 70 ആ ഒരു റേഞ്ചിലേക്ക് വിന്നിങ് പ്രോബബിലിറ്റി കുറയും. എഗെയിൻ നമ്മൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഈ ട്രേഡ് കാര്യങ്ങളൊക്കെ വർക്കാവുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബെയറിഷിൻ്റെ കേസിലേക്കും. അപ്പോൾ ബെയറിഷിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ താഴോട്ടേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, താഴോട്ടേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്. സോ ഈ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ 1 മിനിറ്റിൽ ഇതേപോലെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ക്ലീൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. സോ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ക്ലിയർ ആയിട്ട് ഫോം ചെയ്തു. എഗെയിൻ നമുക്കിവിടെ നല്ല ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി, അതായത് നല്ല വോളിയത്തിൽ നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇത്തരത്തിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു എന്ന് വിചാരിക്കൂ. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ലെവൽസ് നോക്കുക. സോ മാർക്കറ്റ് ഡിസ്കൗണ്ട് ലെവലിലാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണം. യെസ്, മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കണം. 1:1 ഇനീഷ്യലി ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, 1:1. ഓക്കെ, എഗെയിൻ 1:1 മാർക്കറ്റ് കിട്ടി. എഗെയിൻ മാർക്കറ്റ് എന്താണ്, 1:2 പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിയറസ്റ്റ് ലിക്വിഡിറ്റി ഇവിടെയാണുള്ളത്. ആ ലിക്വിഡിറ്റി 1 മിനിറ്റ് നോക്കിയാൽ മതി. നിയറസ്റ്റ് ലിക്വിഡിറ്റി ഇവിടെയാണുള്ളത്. 1:1 മുകളിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ 1:2 വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിൽ വെക്കുകയോ അതല്ലെങ്കിൽ നമ്മളുടെ ക്വാണ്ടിറ്റി, നമ്മൾ എടുത്തിരിക്കുന്ന ലോട്ട് സൈസിനെ നേരെ പകുതിയാക്കാനോ ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1:2 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70% ഒക്കെ ആയിട്ട് അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി കുറയും. 1:1 ആണെന്നുണ്ടെങ്കിൽ 85%-ഓളം വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്. 100% വിന്നിങ് പ്രോബബിലിറ്റി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എഗെയിൻ ഈ ഒരു ട്രേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നോക്കിയിട്ട് ആ ട്രെൻഡിനനുസരിച്ച് കൊണ്ടുള്ള സിൽവർ ബുള്ളറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും വിന്നിങ് പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം. നാസ് 100. ഓക്കെ, നാസ് 100. അപ്പോൾ നാസ് 100 നോക്കുക. മാർക്കറ്റ് ടൈം സോൺ നോക്കിക്കോളൂ, ന്യൂയോർക്കാണ്. ഓക്കെ, ന്യൂയോർക്കിൽ 10 AM. ഇതാ ഇവിടെയാണ് 10 മണി അല്ലേ, 10 AM. സോ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടത്, ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രേഡ് നമുക്ക് കിട്ടേണ്ടത് ഇതാ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ട്രേഡ് കിട്ടണം. ഓക്കെ, ഈ സമയത്തിനുള്ളിൽ മാർക്കറ്റ് എവിടെയെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇനീഷ്യലി നമ്മൾ ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുന്നത് ഇതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു ലിക്വിഡിറ്റി ലെവൽ മാത്രം നോക്കിയിട്ടായിരിക്കും ട്രേഡ് എടുക്കാൻ വേണ്ടി പോവുക. ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കുക. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു മൂവ്മെൻറ്റിൽ മാക്സിമം ലിക്വിഡിറ്റി ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ
നോക്കിയിട്ട് മേജർ ലിക്വിഡിറ്റി ലെവൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. കണ്ടില്ലേ, മേജർ ലിക്വിഡിറ്റി ലെവൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. യെസ്, 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നോക്കുക, ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോകുന്നു. ഇവിടെ നോക്കി, ഈ ഒരു ലിക്വിഡിറ്റി ലെവലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നില്ല. നേരെ മാർക്കറ്റ് വന്ന് ഇവിടെ എത്തിയിട്ടാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതിൽ നോക്കുക, ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, BOS. എഗെയിൻ നോക്കുക, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, കറക്റ്റ് ക്ലീൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത്തരത്തിലുള്ളൊരു നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും വിന്നിംഗ് പ്രോബബിലിറ്റി കൂട്ടുക. നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് നോക്കുമ്പോൾ കറക്റ്റ് ഡിസ്കൗണ്ട് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്തു, ഈ ഒരു എൻകൽഫിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ എന്താ ചെയ്യുക, കറക്റ്റ് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സെൻട്രൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചാലും മതി. ഓക്കെ, ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് ട്രേഡ് എടുത്താലും മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് ട്രേഡ് എടുക്കുന്നു. അതല്ലെങ്കിൽ നമ്മളിത് ഈ ഒരു ക്യാൻഡൽ കൺഫർമേഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇതിൻ്റെ താഴെ വെക്കുക. ഓക്കെ, 1:1 ടാർഗറ്റ് ചെയ്യുക ഇനീഷ്യലി. 1:1 ടാർഗറ്റ്. മാർക്കറ്റ് ഈസി ആയിട്ട് നമ്മുടെ 1:1 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഈ 1:1 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ ഹാഫ് ക്വാണ്ടിറ്റി ആക്കാം. ഓക്കെ, പകുതി ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ഈവനിൽ വെക്കാം. സോ ബ്രേക്ക് ഈവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഇവിടെ ഹിറ്റാവും. കണ്ടില്ലേ, എന്തായാലും ഹിറ്റാവും. സോ നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ, 1:1 ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിന്നിംഗ് പ്രോബബിലിറ്റി കിട്ടും. 1:2 വരുമ്പം അത് ഇതുപോലെ തന്നെ ബ്രേക്ക് ഈവനിൽ ഹിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ ട്രേഡ് ലോസ് ആവാനോ ചാൻസസ് കൂടുതലായിരിക്കും. എഗെയിൻ നമുക്ക് ക്ലിയർ ഒരു വ്യൂ ഉണ്ട്, മാർക്കറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു ലിക്വിഡിറ്റിനെ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഹാഫ് ക്വാണ്ടിറ്റിയിൽ ഹോൾഡ് ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ കഷ്ടിച്ച് 1:1 1:2 കിട്ടുന്നുള്ളൂ. കണ്ടില്ലേ, ഇവിടെയാണ് ഹിറ്റായത്. സോ വളരെ സിമ്പിളാണ്. ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അത് വിത്ത് നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻറ്റ്, അതിൽ നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കറക്റ്റ് 50% വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുകയും ചെയ്യണം. 1:1 ടാർഗറ്റ് ചെയ്യുക. 1:1 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രേഡ്സ് വിൻ ചെയ്യുന്നത് കൂടും. ഓക്കെ, സോ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ നോക്കുക, മാർക്കറ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ലിക്വിഡിറ്റീനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ടൈം ഫ്രെയിം വന്നിട്ട് 10 മണിക്കും 11 മണിക്കും ഇടയിലാവണം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കറക്റ്റ് 10 മണിക്കാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, കറക്റ്റ് 10 മണിക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതും എൻട്രി വരുന്നതൊക്കെ വളരെ വളരെ നേരത്തെയാണ്. സോ അത്രത്തോളം ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും ഹൈ ആവും. സോ മാർക്കറ്റ് ഇതാ കറക്റ്റായിട്ട് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ജസ്റ്റ് നോക്കി, ഓർഡർ ബ്ലോക്ക് ആണല്ലേ. അപ്പോൾ ഓർഡർ ബ്ലോക്കുള്ള ലെവലിൽ നിന്ന് ഓർഡർ ബ്ലോക്കിന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഗ്രാബ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. യെസ്, 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തപ്പം നമുക്കിവിടെ വളരെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. അതായത് 1 മിനിറ്റിൽ ഇതാ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് 10 മണിക്ക് തന്നെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടോ. അപ്പോൾ 10 മണിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം തൊട്ട് തന്നെ നമുക്ക് ട്രേഡ് നോക്കി തുടങ്ങാം. സോ ഇവിടെ ക്ലീൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, CH. ഓക്കെ, ദെൻ നമ്മൾ എൻട്രി എടുക്കണം. എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടുപിടിക്കണം ഒരു ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിൽ. സോ നമ്മളിങ്ങനെ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് നോക്കിയപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ കറക്റ്റ് നോക്കി അതിൻ്റെ ഒരു 50% ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ കറക്റ്റ് 50% ആയതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ താഴെ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡർ ബ്ലോക്കിനെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് നോക്കി ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു, ടാപ്പ് ചെയ്തു, നല്ല പുഷ് അല്ലേ, നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു പുഷ് ഇവിടെ ഉണ്ടായി. നമ്മളിവിടെ എൻട്രി എടുത്തു. നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇതിൻ്റെ താഴേക്ക് വെക്കണം. ഓക്കെ, ഇതാ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു ഇതിൻ്റെ താഴെ ഇങ്ങനെ. 1:1 ടാർഗറ്റ് ചെയ്തു. ഇതാ 1:1 നമുക്കിവിടെ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തു അല്ലേ. 1:1 ഹിറ്റ് ചെയ്തു. നമുക്ക് നിയറസ്റ്റ് ഒരു ലിക്വിഡിറ്റി ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി ലെവലിലേക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 1:2 മുകളിലേക്ക് പോകും. സോ ഇവിടെ നമുക്ക് ഇതിലേക്ക് ട്രയൽ ചെയ്യണമെന്ന്
നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ബ്രേക്ക് ഈവൻ ആക്കി വെക്കുക, കാരണം അവിടെ നോ റിസ്ക് ട്രേഡാക്കി മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ പകുതി ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ട്രേഡിൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുക. സോ അങ്ങനെ നമ്മൾ 1:2 അല്ലെങ്കിൽ ഈ ഒരു നിയറസ്റ്റ് ലിക്വിഡിറ്റി ലെവൽ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഈ നിയറസ്റ്റ് ലിക്വിഡിറ്റി ലെവൽ 1:2 കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, 1:2 എത്തുമ്പോൾ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. ബട്ട് നമുക്ക് എന്താണ് ടൈം ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചാർട്ടിൻ്റെ പുറകിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റില്ല. സോ എല്ലാ ദിവസവും നമുക്ക് ലൈവ് ഉണ്ട്. സോ ആ ലൈവ് ഉള്ള ദിവസങ്ങളിലൊക്കെ സിൽവർ ബുള്ളറ്റ് പ്രകാരം വന്നിട്ടുള്ള എൻട്രീസ് ഒക്കെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാവുന്നതാണ്. സോ എന്തായാലും എല്ലാവരും പ്രോപ്പറായിട്ട് ഇതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുക. സോ താങ്ക് യു.